ഹലോ നമസ്കാരം. നമുക്ക് ഇന്ന് മൈ ഗുഡ്വേയിലൂടെ നമുക്ക് എങ്ങനെ ഡയറക്റ്റ് മൈ ഗുഡ്വേ എന്ന കമ്പനിയിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് മെറ്റാമാസ്കാണ്. നമ്മൾ മെറ്റാമാസ്കിൽ USDT ആഡ് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ടെതർ USDT എന്നുള്ള സ്ഥലത്ത് നമുക്ക് 40 USDT കാണുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ നമ്മുടെ മൈ ഗുഡ്വേ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ആഡ് ചെയ്യാൻ നോക്കാം. നമ്മുടെ മൈ ഗുഡ്വേൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മളെ ഇമെയിൽ ID കൊടുക്കുക. സൈൻ ചെയ്യുക. നമുക്കിവിടെ ഈ ഇടത് ഭാഗത്തുള്ള 4 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് വാലറ്റ് എന്ന് കാണാം. അതിൽ ഡെപ്പോസിറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് USDT BEP20 എന്ന് കാണാം. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 22.5375 എന്നുള്ളത്. നമുക്കിനി ഇവിടെ 40 USDT കൊടുക്കാം. ഓക്കെ, ഡെപ്പോസിറ്റ് കൊടുക്കുക. മെറ്റാമാസ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഈ ബ്ലൂവിലുള്ള 0.00139 എന്ന BNB എന്നുള്ളതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മാർക്കറ്റ് തന്നെയാണോ നോക്കുക. സേവ് കൊടുക്കുക. അപ്രൂവ് കൊടുക്കുക. ഇവിടെ നമുക്ക് കമ്പനീനെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഫണ്ട് കയറ്റാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത പേജിൽ ഇപ്പോൾ ഇവിടെ വീണ്ടും 0.00124 BNB എന്ന് കാണുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എഡിറ്റ് സജസ്റ്റഡ് ഗ്യാസ് ഫീ എന്ന് കാണുന്നുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോ മാർക്കറ്റ് അഗ്രസീവ് എന്നൊരു കാണുന്നുണ്ട്. അവിടെ മാർക്കറ്റ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അടിയിൽ സേവ് കൊടുക്കുക. അതിൻ്റെ താഴെ കൺഫേം വന്നിട്ടുണ്ട്. അവിടെ കൺഫേം കൊടുക്കുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നമുക്ക് ഡെപ്പോസിറ്റ് കൺഫേം ആകുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് USDT നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ GBEC പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബാലൻസിൻ്റെ കൂടെ ടോട്ടൽ ഇവിടെ 43.92 ആയിട്ടുണ്ട്. ഫസ്റ്റ് എത്ര ഉണ്ടായാലും ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് കമ്പനീനെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അടുത്ത ബൈ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാക്കേജ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ബൈ പാക്കേജ് സെലക്ട് ചെയ്യുക. ഏതാണോ പാക്കേജ് വേണ്ടത് അത് എടുത്തുകൊണ്ട് നമുക്ക് പാക്കേജ് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, താങ്ക്സ്.